ഈ ഷൂട്ടിംഗ് സമയത്ത് മിഥുന നമ്മളിപ്പോ സിനിമ കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് പല സ്ഥലങ്ങളിലും ചിരികൾ കിട്ടുന്നുണ്ട്. മിഥുൻ ആ ഷൂട്ടിംഗ് സമയത്ത് സന്തോഷ് ഷമീറിന്റെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ സീനുകൾ അങ്ങനെ കുറെ സീനുകളുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് മിഥുന് ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു അനുഭവമായിരിക്കും ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് അപ്പൊ തൂക്കിയ സീനുകളുടെ എല്ലാം ഉണ്ടാവും. അതിലേതായി? എനിക്ക് കൊഞ്ഞനം കുത്തുന്ന സീൻ കുറെ ദിവസമായിട്ട് പറയാൻ പറ്റില്ല, സ്പോയിലർ ആണ്. എനിവേസ് 2-3 ദിവസങ്ങളായി ഷൂട്ട് ചെയ്താണെങ്കിൽ ഞാനതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിരുന്നു ഇതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്ലാബ് സ്റ്റിക്ക് പീക്ക് അടുപ്പിക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഇപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഞാനിങ്ങനെ പറയുന്നത് വിനാചേട്ടൻ അഭിനയിച്ചുകൊണ്ടെന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുന്നു, ഇപ്പം തമിഴന്മാരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരുടെ സിനിമയിലെ കൊടൂര വില്ലനായ വർമ്മൻ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്തത് എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും? പുള്ളി തന്നെ തിരിച്ചുകൊണ്ടാണ് ചെയ്യണത്. ഇതൊക്കെ ഓക്കെ ആണല്ലോ, ഞങ്ങൾ ധൈര്യമായിട്ട് അടിച്ചു, ഇനി ഒന്നും നോക്കണ്ട. സജുവേട്ടനോട് ഞാൻ ഈ ഫുട്ടേജ് കാണിച്ചു, വിനാചേട്ടൻ അസലായിട്ട് ചെയ്തിട്ട് വിട്ടുകൊടുക്കരുത്. അപ്പൊ സജുവേട്ടൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കുക. അപ്പം ഒരു സ്ലാബ് സ്റ്റിക് കോമഡി എന്ന് പറയുന്ന ഒരു സിനിമയിലെ അങ്ങനത്തെ ഒരു രംഗം അത് ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒരു രംഗമാണ്. പിന്നെ അടുത്ത ചേട്ടന്റെ കൗണ്ടർ ഞാൻ സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമയിലെ രംഗങ്ങൾക്കൊക്കെ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പടനായകൻ കോമൻകുറുപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇനി ആളുകൾ കാണാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ നമ്മുടെ അലേയ ബോൺ, ലാറയും കസാൻഡ്രയും 2 ടൈം ലൈനുകളിൽ ആൾക്കാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കിട്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. ആ 2 രംഗങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് മൊമെന്റുകൾ. അതുപോലെ ഇന്ദ്രസേട്ടൻ്റെ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ട്, ഒരു മിറർ ഷോട്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഒരുപാട് ചിരികളോടെയും ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. ഞാനിങ്ങനെ ഇവർ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോണത്. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ രംഗങ്ങളിൽ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പൊ ചിരി വന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും, ഇവര് ചിരിക്കുന്നുണ്ട്. യൂണിറ്റിലെ ചേട്ടന്മാരുടെയും നമ്മുടെ ട്രെയിനിലെ ജിബിലെ ആൾക്കാരെയൊക്കെ നോക്കിയാൽ മതി. ആ ഹ്യൂമർ അവർ കഥ അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവുമോ ഇല്ലയോ. പിന്നെ ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, കുറച്ചധികം രംഗങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ ഷൂട്ടിംഗ് സമയത്ത് ഒരു പിടിവാശി എന്ന നിലയിലേക്ക് നേരത്തെ ആദ്യത്തെ തോന്നപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി സിനിമ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഭവം. ഈ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതെനിക്ക് വേണം അല്ലെങ്കിൽ അതെനിക്ക് വേണം, അങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്ഥലത്തോ എഡിറ്റിംഗ് ടേബിൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഐ എം ദെയർ ആസ് എ ആക്ടർ ഓൾസോ, ഞാനാണ് അതിന്റെ ബാലൻസിങ് ആക്ട്. പ്രൊഡക്ഷൻ ടീം, അതായത് എന്റെ ബ്രദർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കാവ്യ ടീം ഉൾപ്പെടുന്ന ഞങ്ങൾ അവരുടെ ഒരു ടീം ഞാനുമായിട്ടാണ് ആർഗ്യ ചെയ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒരു സീൻ എന്ന് ചോദിക്കുകയും ഞാൻ ഇദ്ദേഹത്തോട് ഇരുന്ന് ചർച്ച ചെയ്യുകയും അതിന്റെ ഒരു ബാലൻസിങ് ആക്ട് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പ്രൊഡക്ഷനോട് പറയും യെസ് അത് ആവശ്യമുണ്ട്. ഇനി അതല്ലെന്ന് ഞാൻ ഇതിനോട് അങ്ങനെ ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അല്ലാതെ ഞാനും മിഥുനും തമ്മിൽ ഒരു ആർഗ്യുമെന്റിലേക്ക് പോകാറില്ല. ഞാൻ ചോദിക്കും, മിഥുൻ എന്നെ കൺവിൻസ് ചെയ്യും. ഞാൻ കൺവിൻസ് ആയില്ലെങ്കിൽ വീണ്ടും ചോദിക്കും. അപ്പൊ ചിലപ്പോൾ മിഥുൻ കൺവിൻസ് ആവും. അപ്പൊ അത് അങ്ങനെ ഒഴിവാക്കിയ സീനുകളുണ്ട്. ഷൂട്ട് ചെയ്യാതെ വേണ്ട ഒഴിവാക്കാം എന്ന് തീരുമാനിച്ച സീനുമുണ്ട്. വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഡക്ഷനെ കൺവിൻസ് ചെയ്ത സീനുകളുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ന് പറയുന്ന ക്രിയേറ്റർ ഒരു കണ്ണാടിയിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്ത് ലാസ്റ്റ് പ്രൊഡ്യൂസർ പുള്ളിയല്ലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഞങ്ങൾ ഇത്രയും ഒരു ടീമായിട്ട് ഇത്രയും വലിയൊരു സിനിമ ശരിക്കും 10 മാസം കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനും VFXും കഴിഞ്ഞ് റിലീസാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ടാസ്ക് തന്നെയായിരുന്നു. അത് ഇപ്പോഴും ഞങ്ങളുടെ തമാശ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഇത്രയും 130ഓളം ദിവസം ഷൂട്ട് പോയിട്ട് അന്യോന്യം പ്രൊഡക്ഷനും ഡയറക്ഷൻ ടീമും തമ്മിലോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ മുഖം മുഷിഞ്ഞ് ഒന്ന് സംസാരിക്കേണ്ട അവസ്ഥ പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു പടം ഷൂട്ട് ചെയ്തു എന്നുള്ള ഒരു ഫീല് പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില സീനുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ചാണല്ലോ, സിമ്പിൾ ആയിട്ടാണല്ലോ ഷൂട്ട് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നത്. അത് ഇവരെല്ലാവരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും ആക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആക്ടേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഭവിച്ചതാണ്. അത് പിന്നെ സ്വാഭാവികമായും സംഭവിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 സിനിമ ഓൾറെഡി ഒരുമിച്ച് പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഒരു ഋതവും ഒരു മെക്കാനിക്സും ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം കാവ്യയുടെ ടീം വന്നപ്പോഴും ഒരു കൂട്ടം സഹൃദയരുടെ സംഘമാണ് ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നത്. എസ്പെഷ്യലി വേണിച്ചേട്ടൻ. കാരണം വേണിച്ചേട്ടനെ നമ്മൾ വെറുതെ ഇത് ബ്രഹ്മാണ്ഡ ഹിറ്റ് അടിക്കും അല്ലെങ്കിൽ വലിയ വിജയമാകും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ല. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ്. അദ്ദേഹം അല്പം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് പ്രോസസ് പ്രശ്നരഹിതമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ലോജിക്കിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം
എന്നാണ് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ വിശേഷിപ്പിക്കുക. അത് ചേട്ടാ അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞ് പുള്ളിയെയും കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും ഒരുപാട് പണം മുടക്കി ഷൂട്ട് ചെയ്ത സീനുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ഞങ്ങൾ 2 തവണ ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഓൾ വർക്ക്സ് ഔട്ട്. കട്ട് ചെയ്ത സീനിൽ ഏതെങ്കിലും ഇതിൽ ചേർക്കണമായിരുന്നു പിന്നീട് തോന്നി? ഇപ്പോൾ ഈ സമയത്ത് തോന്നുന്നില്ല, ഇപ്പൊ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സീനുകൾ വെച്ചിരുന്നെങ്കിൽ? ഇല്ല, ഇനി വെച്ചിരുന്നെങ്കിൽ വിഷ്വൽ ഗ്രാൻഡർ ഉള്ള 1-2 സീനുകൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അക്ഷയ് രാധാകൃഷ്ണനൊക്കെ അഭിനയിച്ച ഒരു അടിപൊളി സീൻ ഉണ്ടായിരുന്നു. ആ വില്ലേജിൽ ഉള്ള അതൊന്ന് വെച്ചിരുന്നെങ്കിൽ കൊള്ളാന്ന്. അത് അത്രയും ഭയങ്കര രസമായിട്ട് ഒരു 6-7 കുതിരകളൊക്കെ വെച്ച് ഞങ്ങളുടെ സിനിമയിൽ ഏറ്റവും മനോഹരമായ സീനുകളിൽ ഒന്നായിരുന്നു. ഹ്യൂമർ വരുന്നു. അത് പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും അത് ഇനി അക്ഷയനെ വിളിച്ചത് പറയണം. അക്ഷയ് സോറി, അതിനിതുവരെ അവനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ടേഴ്സ് കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കാണാം. കാരണം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സീനായിരുന്നു. അത്രമേൽ ഗ്രാൻഡ്യൂറുള്ള, അത്രമേൽ രസമായിട്ട് വന്നിട്ടുള്ള ഒരു സീനായിരുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. അത് പോയാൽ എനിക്ക് മോശമല്ലാത്ത നല്ല ചെറുതല്ലാത്തൊരു വിഷമമുണ്ട്. റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു ചുറിഞ്ഞല്ല, ഡബിങ് ഷൂട്ടിൽ വന്നിട്ട് കരഞ്ഞ് കണ്ണീര് കുടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ മുഴുവൻ തെറിയ ആട്ടും തൂക്കുക ചെറിയ സീൻ മറ്റേ ഡബ് ചെയ്യാൻ വന്നിട്ട് കേട്ടിട്ട് പോയ ആളാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് 5 ദിവസം കൊണ്ടാണ് ഡബിങ് പൂർത്തിയാക്കിയത്. പറഞ്ഞോ കേട്ടോ, പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ആ സീൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യത്തില് വർക്കൗട്ടായി. പി ശശി ഇദ്ദേഹം തമ്മിലുള്ള പുള്ളി വന്നു സഭ മറ്റെന്താ പറയുക സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളില്ലാതെ പുള്ളി വളരെ ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തു. ആ സീൻ കറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത് വർക്കൗട്ട്. അതിലെ ചേട്ടൻ തിരിച്ചു പറയുന്ന ഡയലോഗ് എല്ലാം എഴുതിയ പുള്ളി തന്നെയാണ്. അതെ. ഞാനും